എമ്പുരാൻ സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഇനി വെറും 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ സിനിമയെ കുറിച്ചുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കാത്തു നിന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമുണ്ട്, ട്രെയിലർ എവിടെ, എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ എവിടെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചേക്കുന്നതിന് പല ഡേറ്റുകളും പല കാര്യങ്ങളും പല കൺഫർമേഷൻസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ കൃത്യമായിട്ടൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നേക്കാണ്. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ അങ്ങനെ വരാനായിട്ട് പോവാണ്. ട്രെയിലർ മാത്രമല്ല, അതിന് മുമ്പേ തന്നെ വന്നേക്കുന്ന പല അപ്ഡേറ്റുകൾ കാണുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഹിഡൻ ഡീറ്റെയിലുകൾ നിങ്ങൾ അറിഞ്ഞാൽ തന്നെ ഈ സിനിമയ്ക്കുള്ളൊരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി വേറെ ലെവലായിരിക്കും എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റും. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. എമ്പുരാൻ സിനിമയുടെ ഭാഗത്തു നിന്ന് ഒരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഈ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു, ഈ ഗണ്ണ് എന്താണ്, ഈ ഗണ്ണ് പിടിച്ചേക്കുന്ന ആരാണ് എന്നുള്ള 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ആക്ച്വലി ഒരു റിവോൾവർ ആണ്. ഇത് കാണുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇതും എഴുതി വെച്ചേക്കുന്ന ഈ ഒരു സിമ്പിൾ ആയിരുന്നു. ഈ KA എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഇത് ഖുറേഷി അബ്രാമിന്റെ തന്നെ ഗണ്ണായിരിക്കാം എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇതേ സിമ്പിൾ തന്നെ ഈ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ലാലേട്ടന്റെ കഥാപാത്രം വരുന്ന ഒരു ഹെലികോപ്റ്ററിന്റെ ആ ഒരു പോസ്റ്ററിനകത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേ സിമ്പിൾ തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. KA എന്ന് പറയുന്നത് ഒഫീഷ്യലി ഖുറേഷി അബ്രാം ആൻഡ് ടീം, അല്ലെങ്കിൽ ആ ഒരു നെക്സസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. സോ ഇത് ഖുറേഷി അബ്രാമിന്റെ തന്നെ ആ ഒരു ഗണ്ണാണ്, അല്ലെങ്കിൽ റിവോൾവർ ആണെന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എമ്പുരാൻ സിനിമ അങ്ങനെ റിലീസ് ആവാനായിട്ട് പോവാണ്. ബുക്കിംഗ്സ് ഒക്കെ പല സ്ഥലങ്ങളും ഓപ്പൺ ആയെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. എനിക്ക് ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് കണ്ടില്ല. പക്ഷേ ഫാൻ ഷോ കാര്യങ്ങളൊക്കെ ഓൾറെഡി മുന്നേ തന്നെ ഓപ്പൺ ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നോർമൽ ആയിട്ടുള്ള ഓപ്പണിംഗ്, നമുക്ക് സാധാരണ ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീമിംഗ് കൂടെ ഉള്ള ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് കണ്ടില്ല. പക്ഷേ സിനിമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നാളെ വരാനായിട്ട് പോകുന്നത്. അതെ, നാളെ 20-ാം തീയതി, മാർച്ച് മാസം 20-ാം തീയതി സിനിമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് വരാനായിട്ട് പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ റൂമർ ഉണ്ടായിരുന്നു. നമുക്കറിയാം എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ ആക്ച്വലി റിലീസ് ചെയ്യാനായിട്ട് നിന്നിരുന്ന ദിവസം എന്ന് പറയുന്നത് ഈ മാസം മാർച്ച് മാസം 15-ാം തീയതിയോട് കൂടിയിട്ടായിരുന്നു. കാരണം ഒരു സിനിമ ഇറങ്ങുന്നതിന് 10-12 ദിവസം മുന്നേ ആ സിനിമയുടെ ട്രെയിലർ സാധാരണ ഇറക്കാറുണ്ട്. പക്ഷെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും മറ്റൊക്കെ വന്ന കാരണം തന്നെ, ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനുശേഷം ഗൂഗിൾ മൂവീസ് ഒക്കെ കയറി ഇടപെട്ടു, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്ന കാരണം തന്നെ ഈ സിനിമയുടെ എല്ലാ അപ്ഡേറ്റുകളും, ട്രെയിലർ എന്ന് മാത്രമല്ല പറയുന്ന എല്ലാ പോസ്റ്റർ അപ്ഡേറ്റുകളും വരെ എല്ലാം പോസ് ആക്കി വെച്ചേക്കായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തതിനു ശേഷം ഓരോ അപ്ഡേറ്റുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അപ്ഡേറ്റുകളുടെ ഘോഷയാത്രയാണ്. കാരണം എത്രമാത്രം പോസ്റ്റേഴ്സുകൾ അപ്ഡേറ്റുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ എവിടെ എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്ന സമയത്ത് ശരിക്കും ഈ ട്രെയിലർ എവിടെയായിരുന്നു ഒരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തലൈവരുടെ അടുത്തായിരുന്നു ഒരു കാര്യമൊക്കെ പറയാനായിട്ട് സാധിക്കും. നീണ്ട നാൾ നമ്മൾ കാത്തുനിന്ന ഒരു എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ റിലീസ് അങ്ങനെ നാളെ സംഭവിക്കാനായിട്ട് പോവാണ്. നാളെ ഇന്ത്യൻ സമയം മാർച്ച് മാസം 20-ാം തീയതി ഇന്ത്യൻ സമയം 1:08 ഉച്ചയ്ക്ക് ശേഷം 1:08 ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. സാധാരണ എല്ലാ ട്രെയിലറിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്ന സമയത്ത് പൊതുവെ വൈകിട്ട് സമയങ്ങളാണ് വരാറുള്ളത്. പക്ഷേ ഈ ട്രെയിലറിന്റെ ടൈമിങ്ങിന് പോലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാം ഏഞ്ചൽ നമ്പർ വെച്ച് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, 108 എന്ന് പറയുന്ന നമ്പർ പോലും സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമയുടെ ട്രെയിലർ റിലീസിംഗ് പോലും അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ ചിന്തിക്കായിരുന്നു, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ആയിരുന്നത് മാർച്ച് മാസം 28-ാം തീയതി ആയിരുന്നു. 2019 മാർച്ച് 28-ാം തീയതി ആയിരുന്നു. അതിൽ നിന്നും മാർച്ച് 27-ാം തീയതിയാണ് ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ റിലീസിംഗ് എന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ തേർഡ് പാർട്ടിന്റെ റിലീസ് എന്ന് പറയുന്നത് 2-3 വർഷങ്ങൾക്ക് ശേഷം, ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം ഒരു മാർച്ച് മാസം 26-ാം തീയതി ആയിരിക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചിന്തിച്ചായിരുന്നത്. ജസ്റ്റ് കിഡിങ്. ബട്ട് നാളെ ഈ സിനിമയുടെ ഒരു കിടിലൻ ട്രെയിലർ വരാനായിട്ട് പോവാണ്. നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന ടീസർ ഒരു 1.5 ടീസർ തന്നെയായിരുന്നു. പക്ഷേ ട്രെയിലർ അതൊക്കെ മേലെ നിൽക്കുന്ന ഒരു ട്രെയിലർ ആയിരിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമ മലയാളം കണ്ടേക്കുന്ന ആദ്യത്തെ IMAX മൂവി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ തന്നെയായിരുന്നു. ശരിക്കും ഇതുവരെ വന്നേക്കുന്ന പോസ്റ്റേഴ്സുകളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ എനിക്ക് തോന്നിയ ഒരു കിടിലൻ പോസ്റ്റർ തന്നെയായിരുന്നു ശരിക്കും ഈ ഒരു IMAX പോസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി 2 കാര്യങ്ങളായിരുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഒരു സ്റ്റീഫൻ നെടുപുള്ളിയുടെ മറ്റൊരു ഷെയ്ഡിനെ കൂടെ കാണാൻ സാധിക്കുന്ന സമയത്ത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ട് വരുന്ന സയ്യിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ ക്യാരക്ടർ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സയ്യിദ് മസൂദിനെ നമുക്ക് ലൂസിഫർ സിനിമയിൽ കാണാൻ സാധിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പാസ്റ്റ്, അദ്ദേഹത്തിന്റെ ലൈഫ് എന്താണെന്നുള്ളൊരു കാര്യം കാണിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പല വേദികൾ അദ്ദേഹം പറഞ്ഞായിട്ട് കേൾക്കാൻ സാധിച്ചായിരുന്നു. സോ അതുപോലെ തന്നെ ഒരു പോസ്റ്റർ ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ട് നിൽക്കുന്ന ആ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ബേസിക്കലി സയ്യിദ് മസൂദ് ആണ്. ഇവിടെ ഈ ഒരു പോസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സയ്യിദ് മസൂദിന്റെ തന്നെ 8 days to go എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ കാണുന്ന സമയത്തും ഇവിടെ ഹീസ് വെയിറ്റിംഗ് ഫോർ എ വാർ. പക്ഷേ ഈ IMAX എന്ന് എഴുതിയേക്കുന്നതിന്റെ ഈ ഒരു പോസ്റ്ററിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇലുമിനാറ്റി റെഫറൻസ് കാണാൻ സാധിക്കും. എമ്പുരാൻ സിനിമയുടെ ടീസർ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും മോഹൻലാലിന് എഴുതി കാണിച്ചിരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഇലുമിനാറ്റിയുടെ റെഫറൻസ് കാണാൻ സാധിച്ചായിരുന്നു. നാളെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങുന്ന സമയത്തും ഞാൻ പ്രതീക്ഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പല പോയിന്റുകളിലായിട്ട് ഇലുമിനാറ്റിയുടെ റെഫറൻസുകൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ എന്നുള്ള രീതിക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഐമാക്സ് എന്ന് പറയുന്ന ഒരു ഫോമാറ്റിൽ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഐമാക്സോടെ തിയേറ്റേഴ്സിൽ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഐമാക്സ് എന്ന് പറയുന്നത് പൊതുവേ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല രീതിക്കുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടുന്ന, പ്രത്യേകിച്ച് വലിയ തിയേറ്റേഴ്സിൽ കാണുന്ന സമയത്ത് ആ രീതിക്കുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ഫോമാറ്റ് തന്നെയാണ് ഐമാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ ഹൈമർ പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ പല പടങ്ങളും അദ്ദേഹത്തിന്റെ മിക്ക പടങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്നത് ശരിക്കും ഐമാക്സ് ഫോമാറ്റിൽ തന്നെയാണ്. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഐമാക്സ് ലെൻസിങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. പക്ഷെ മലയാളത്തിൽ ആദ്യത്തെ ഐമാക്സ് സിനിമ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഡിജിറ്റലി കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു ഐമാക്സ് ഫോർമാറ്റ് ആണ്. അതായത് ഡിജിറ്റലി കൺവേർട്ട് ചെയ്തേക്കുന്ന ഒരു ഐമാക്സ് ഫോർമാറ്റിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അനോമോർഫിക് ഫോമാറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്, അതായത് 2:8:1 എന്ന് പറയുന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ നിന്നൊരു കൺവേർഷൻ വന്നുകൊണ്ട് ഒരു ഐമാക്സ് ഫോമാറ്റിലോട്ട് വരുന്ന സമയത്ത് പൊതുവെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് മാർക്ക് വരും, അതല്ലാന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വലിയൊരു പോർഷൻ ആ സിനിമയുടെ വലിയൊരു ഭാഗം കട്ട് ആവാനായിട്ട് സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതായത് ഈ സിനിമയുടെ ഐമാക്സ് ഫോമാറ്റ് കാണണമെന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അസംഷൻ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഐമാക്സ് ഫോമാറ്റ് എന്ന് പറയുന്നത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് തരാനായിട്ടുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. കാരണം ഒരു വലിയൊരു പോർഷൻ തന്നെ സിനിമയുടെ കട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, രണ്ട് ബോർഡറുകളും കട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പരമാവധി വലിയ സ്ക്രീനുള്ള തിയേറ്റേഴ്സിൽ ഈ സിനിമ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വലിയ സ്ക്രീനുകളിലായിരിക്കും സിനിമയുടെ ഏറ്റവും നല്ല രീതിക്കുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ. ജസ്റ്റ് 9 days എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വന്നായിരുന്നു. ശരിക്കും ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഈ ഒരു വില്ലനെ തന്നെയായിരുന്നു. ഈ ഒരു വില്ലന് ശരിക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ തീരൻ അധികാരമുണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള ആ ഒരു ക്യാരക്ടറാണ്. അതുപോലെ തലൈവ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. സോ വില്ലത്തരം കാണിക്കാനായിട്ട് ഇങ്ങനെ വേറെ ലെവലാണ്. സോ ആ ഒരു വില്ലത്തരം അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടർ റോൾ എന്തായിരിക്കും എന്നൊരു കാര്യം കാണാനായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈഗർലി എക്സൈറ്റഡ് തന്നെയാണ്. സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആണ് എല്ലാ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വിയന്ന, ഓസ്ട്രിയ പോലെയുള്ള ഭാഗങ്ങളിൽ ഈ സിനിമയ്ക്ക് റെക്കോർഡ് സെയിൽസ് ആണ് നടന്നേക്കുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. യൂറോപ്പിൽ ഈ സിനിമയ്ക്ക് നല്ല രീതിക്കുള്ള സെയിലുകളാണ്, ഇതുവരെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാത്ത രീതിക്കുള്ള ഒരു സെയിലാണ് സിനിമയ്ക്ക് സംഭവിച്ചേക്കുന്നുള്ള വാർത്തകളാണ് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ UK-ലും യൂറോപ്പിലുമായിട്ട് ഈ സിനിമയുടെ 5000 ടിക്കറ്റ്സുകൾ, ഫാൻ ഷോ ടിക്കറ്റുകൾ ഓൾറെഡി ബുക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സോ അതൊരു വലിയ റെക്കോർഡ് ബ്രേക്കിംഗ് തന്നെയാണ്. ഒരു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആരെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ആൻഡ് ഓൺലി മോഹൻലാൽ ഫോർ നൗ. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരുപാട് സിനിമകൾക്ക് ഫ്ലോപ്പ് വന്നിട്ട് പോലും ഇത്ര നല്ല രീതിക്കുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ആക്ടറിനെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഓസ്ട്രേലിയയിലും ഈ സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തെന്നുള്ള പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിച്ചായിരുന്നു. കർണാടകയിൽ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഹൊംബാലെ ഫിലിംസ് ആണ്. അതറിയാലോ, നമ്മളുടെ വലിയ വലിയ പടങ്ങൾ വരുന്ന സമയത്ത് ഹൊംബാലയാണ് അതിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കാറുള്ളത്. KGF, കാന്താര പോലെയുള്ള സിനിമകളൊന്നും മറക്കാനായിട്ട് സാധിക്കില്ല. സോ അതേ പ്രൊഡക്ഷൻ കമ്പനിയുടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ടീം തന്നെയാണ് എമ്പുരാൻ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ കർണാടകയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ എന്ന് പറയുന്നത് ഗൂഗുലം മൂവീസ് തന്നെയാണ്. നമുക്കറിയാം സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുന്ന ഗൂഗുലം മൂവീസ്. ആൻഡ് ലൈക്ക സിനിമയിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഒഫീഷ്യലായിക്കാണ്. ഒറ്റ പോസ്റ്ററിൽ പോലും ലൈക്കയുടെ ഒരു തരത്തിലുള്ള ലോഗോയോ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. സോ ഒഫീഷ്യലി ഇപ്പോൾ സിനിമ ആശീർവാദിന്റെയാണ്. ആൻഡ് ഗൂഗുലം മൂവീസ് കൂടി ചേർന്നുകൊണ്ടാണ് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ നാളെ ഈ സിനിമയുടെ ട്രെയിലർ വരുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഓൾറെഡി ത്രിൽഡ് ആണെന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾ ത്രിൽഡ് ആണെന്നുള്ളൊരു കാര്യം എനിക്കറിയാം. എല്ലാവരും ഈ മാസം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വലിയ സിനിമയുടെ ഒരു വലിയ ട്രെയിലർ വരാൻ പോകുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ട്രെയിലർ തകർക്കുമോ? ട്രെയിലർ വേറെ ലെവലാകുമോ? ടീച്ചറിനെ വെല്ലുന്ന തരത്തിൽ സിനിമ നമ്മളെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കിടിലൻ ട്രെയിലറിനെ ആയിരിക്കുമോ? എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. മലയാളം കണ്ടേക്കുന്ന മലയാളത്തിന്റെ അടുത്തൊരു ബെഞ്ച് മാർക്ക് ആവാനായിട്ടുള്ള സാധ്യതയുള്ള സിനിമയാണോ എമ്പുരാൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡോൺ സൈനിങ് ഔട്ട്. ബൈ.